ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 181 മുതൽ 184 വരെയുള്ള ഖണ്ഡികകളാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. 181 മുതൽ 184 വരെയുള്ള ഖണ്ഡികകളിൽ പാപ പരിഹാരം നാശകൂമ്പാരങ്ങൾക്കുമേൽ കെട്ടിപ്പൊക്കൽ എന്ന ശീർഷകത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. 181 ഖണ്ഡിക അതിലൊരു ആമുഖമായും ബാക്കി 182 മുതൽ 184 വരെയുള്ള ഖണ്ഡികയിൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് പരിഹാരം ചെയ്യുന്നതിൻ്റെ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ കാണുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠിപ്പിക്കലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് പരിഹാരം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സാമൂഹിക മാനങ്ങളും നമ്മൾ കാണുന്നത്. ഇത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ 181 മുതൽ 184 വരെയുള്ള ഭാഗത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ ഈ കാര്യമാണ് നമ്മൾ കാണുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിഹാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സാമൂഹിക മാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുക. 181 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മൾ 152 ഖണ്ഡികയിൽ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന മെയിൻ ഹെഡിങ്ങിൽ ഈശോയോടൊപ്പം കുരിശിൽ എന്ന ആ ഒരു സബ് ഹെഡിങ്ങിൽ 152 ഖണ്ഡികയിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് പരിഹാരം എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാമെന്ന് അവിടെ പറഞ്ഞിരുന്നു. പശ്ചാത്താപത്തെക്കുറിച്ചൊക്കെ നമ്മളവിടെ കൃത്യമായി കണ്ട കാര്യമാണ്. പശ്ചാത്താപം എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ ഉത്കണ്ഠയല്ല എന്നും നമുക്ക് സൗഖ്യം നൽകുന്നതാണെന്നൊക്കെ നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 152 ഖണ്ഡികയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അതും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്നത് നല്ലതാണ്. അതുകൊണ്ടൊരു റിവിഷൻ പോലെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ 181 ഖണ്ഡികയിലേക്ക് കടക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കുള്ള നഷ്ടപരിഹാരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും അവിടുത്തെ കൃപയുടെ സഹായത്താലും മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണാനായിട്ട് പോവുക. അതായത് ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള സ്നേഹം കുറഞ്ഞതിന് ഒരു നഷ്ടപരിഹാരം, അത് നൽകാനായിട്ട്, അത് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന കൃപയുടെ സഹായത്താലും. പശ്ചാത്താപത്തെക്കുറിച്ച് കാണുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഇതാണ്. പശ്ചാത്താപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുമ്പോഴും അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സഹായത്താലാണ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിലും കൃപയുടെ സഹായത്തിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഷയം ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുള്ളതെങ്കിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇത് സുവിശേഷത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ കേടുപോക്കലിലേക്ക്, അതായത് തിന്മ വരുത്തിയ നാശങ്ങളെ നന്മയാക്കി മാറ്റുന്നതിലേക്ക്, അതാണ് കേടുപോക്ക് എന്ന് പറയുന്നത്. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന, തിന്മ മൂലം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന നാശങ്ങളെ അതിനെ കേടുപോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നാശങ്ങളെ നന്മയാക്കി മാറ്റുന്നതിലേക്ക് ക്രൈസ്തവരെ നയിക്കാൻ ഉതകുന്നതാണ് ദിവ്യകാരുണ്യം, അല്ലെങ്കിൽ ഈ ഭക്തി, ഈശോയുടെ ഹൃദയത്തോടുള്ള ദൈവഹൃദയത്തോടുള്ള ഭക്തി എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കാണാനായിട്ട് പോവുക. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് പരിഹാരം ചെയ്യുക എന്നത് വെറും ഒരു ബാഹ്യമായ പ്രവൃത്തിയല്ല എന്നും മറിച്ച് ആന്തരികമായൊരു മാനസാന്തരമാണ് എന്ന് ഈ ഖണ്ഡികയിലൂടെ അടിവരയിട്ട് നമ്മെ സൂചിപ്പിക്കുകയാണ്. കാര്യം നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കും കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനേക്കുള്ള ഒരു നഷ്ടപരിഹാരം അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാ അഭിഷേകത്താൽ അവിടുത്തെ കൃപയുടെ സഹായത്താലും എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നമുക്ക് തുടർന്ന് വരുന്ന ഖണ്ഡികയിൽ പഠിക്കുന്നതിനുള്ള ആമുഖമായിട്ടാണ് 181 ഖണ്ഡികയിൽ നമ്മളിവിടെ കാണുക. 182 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് പരിഹാരം ചെയ്യുന്നതിൻ്റെ സാമൂഹിക പ്രാധാന്യമാണ് നമ്മളിവിടെ കാണുക. ഈ ഭാഗത്ത്
ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് പരിഹാരം ചെയ്യുന്നതിന് ഒരു വലിയ സാമൂഹിക പ്രാധാന്യമുണ്ട് എന്ന് വിശദീകരിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെയും ആക്രമത്തിൻ്റെയും നാശകൂമ്പാരങ്ങൾക്കുമേൽ നമുക്ക് സ്നേഹ സംസ്കാരം, അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ രാജ്യം പണിയാൻ കഴിയുമെന്ന് പറയുകയാണ്. അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്. ഈ പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ അതിന് ചെയ്യുന്നൊരു സാമൂഹിക പ്രാധാന്യം എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക, പരിപൂർണമായും സമർപ്പിക്കുക. വിശുദ്ധ കൊച്ചു ത്രേസ്യയൊക്കെ വളരെ വ്യക്തമായും ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പുണ്യങ്ങൾ ചെയ്യുന്നതിനോ ത്യാഗങ്ങൾ ചെയ്യുന്നതിലേക്കോ അല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ടുപിടിച്ച കൊച്ചു ത്രേസ്യ പറയുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ഈശോയ്ക്ക് എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു, പരിപൂർണമായി ഞാൻ ഈശോയിൽ ആശ്രയിക്കുന്നു. അതുതന്നെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ അതിനുള്ള ഗുണം കൂടെ പറഞ്ഞു തരികയാണ്. വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും നാശകൂമ്പാരങ്ങൾക്ക് മേൽ ഒരു സ്നേഹ സംസ്കാരം നമുക്ക് പണിയാനായിട്ട് കഴിയും. ആ സ്നേഹ സംസ്കാരം എന്താണ്? ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുകയാണ്, അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ രാജ്യമാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണല്ലോ. അവിടെ നമ്മൾ ആദ്യം സ്നേഹിച്ചെന്ന് പറഞ്ഞു. നീ ഞാൻ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവത്തെക്കുറിച്ച്, അതായത് വ്യക്തിപരമായി സ്നേഹിക്കുന്ന ആ ഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ഈശോ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന് കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ എല്ലാം ഈശോ സ്നേഹത്തെക്കുറിച്ച് കണ്ടതാണ്. ആ ഈശോ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം, അതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി മുതൽ ഈ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടെ, ആ സ്നേഹം സംസ്കാരത്തെ കൂടി നമുക്ക് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അനന്തരം നമ്മൾ പലതവണ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സ്നേഹ സംസ്കാരം പണിയാനായിട്ട് നമ്മൾ ഈശോയ്ക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇതിനായിട്ട് ദൈവത്തോടുള്ള പുത്രോചിതമായ സ്നേഹവും ഒരു പുത്രൻ അടുത്ത സ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും ഒരുമിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഈ സ്നേഹ സംസ്കാരം ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ഈശോയിലേക്ക് ഈശോയുടെ ഹൃദയത്തെ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കണമെന്ന് രണ്ട് കാര്യമുണ്ടാകണം. ഒന്ന്, ഒരു പുത്രോചിതമായ സ്നേഹം ഉണ്ടാവണം, ഒരു പുത്രനടുത്ത ഒരു സ്നേഹം. അതുപോലെ തന്നെ അയൽക്കാരനോടുള്ള സ്നേഹം. ഈ രണ്ട് സ്നേഹവും ദൈവത്തോട് നമുക്കുണ്ടാവണം. ആ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ ഇതാണ് രക്ഷകൻ്റെ ഹൃദയം ആവശ്യപ്പെടുന്ന യഥാർത്ഥമായ പരിഹാരമെന്ന് പറയുക. ഈശോ ആഗ്രഹിക്കുന്ന പരിഹാരം അതാണ്. ദൈവത്തോട് ഒരു പുത്രൻ തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പുത്രന് തൻ്റെ പിതാവിനോടുള്ള സ്നേഹം പോലെ, ഇന്നത്തെ കുട്ടികളെ പോലെയുള്ള ഒരു സ്നേഹ സംസ്കാരത്തെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചില കുട്ടികൾ തൻ്റെ അപ്പന്മാരെ പിതാക്കന്മാരെ അതുപോലെ ആശ്രയിച്ച് സ്നേഹിച്ച് സ്വന്തം അപ്പനെ, ചില കുട്ടികൾ നേരെ തിരിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യവും സാധ്യതയൊക്കെ മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ തമ്പുരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പുത്രന് അടുത്തൊരു സ്നേഹം. അത് ബൈബിളിലെ ആ വലിയൊരു ഈ ദൈവം പിതാവായി നിൽക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവവും ഈശോയും തൻ്റെ പിതാവായ ദൈവവും തമ്മിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പിതാവ് എല്ലാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പുത്രൻ പറയുന്നൊരു കാര്യം. അങ്ങനെ ഒരു പുത്രോചിതമായ, ഒരു പുത്രന് അടുത്ത, അല്ലെങ്കിൽ പുത്രനെ പോലെ തന്നെ മക്കളായിട്ടാണല്ലോ നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ ആ ഒരു സ്നേഹം ദൈവത്തോട് കാണിക്കണം. അതുപോലെ അയൽക്കാരനോട് സ്നേഹം കാണിക്കും. ഈ രണ്ട് കാര്യവും ചെയ്യുമ്പോഴാണ്, ഈ രണ്ട് കാര്യമാണ് യഥാർത്ഥത്തിൽ പരിഹാരം, അതായത് രക്ഷകൻ്റെ ഹൃദയം ആവശ്യപ്പെടുന്ന യഥാർത്ഥ പരിഹാരമെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാതെ മറ്റു പരിഹാരമൊന്നുമല്ല. തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട്, സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പണിയാനായിട്ട് നമ്മെ ക്രിസ്തു ക്ഷണിക്കുകയാണ്. അതിനുള്ള കൃപയെല്ലാം ഈശോ തൻ്റെ ഹൃദയത്തിൽ നിന്ന് തരും. ഈശോ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചത് എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ?
ഒന്നുമല്ല. പക്ഷേ അവരെ വിളിച്ച് അവർക്ക് കൃപ നൽകി ഒറ്റ പ്രസംഗത്താൽ തന്നെ എത്ര പേരാ മാനസാന്തരപ്പെടുക? പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്താൽ തന്നെ. അതുകൊണ്ട് പരിപൂർണമായി ആശ്രയിച്ചാൽ, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നാൽ, തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഒക്കെ തിന്മ വരുത്തിയ നാശങ്ങൾ ഒത്തിരിയുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ഒരു സ്നേഹത്തിൻ്റെ പുതിയ സംസ്കാരം പണിയാനായിട്ട് ക്രിസ്തു ആഗ്രഹിക്കുകയാണ് ഈ മേഖലകളിലെല്ലാം. എവിടെയൊക്കെയാണോ നാശങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണോ കുറവുകൾ സംഭവിച്ചിരിക്കുന്നത്, വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അവിടെയെല്ലാം ഈ സ്നേഹത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ നന്മയും സൗന്ദര്യവും പുനഃസ്ഥാപിക്കുന്നതിൽ ക്രിസ്തുവിനോടൊപ്പം സഹകരിക്കണമെന്ന് അവിടുത്തെ ഹൃദയം ആഗ്രഹിക്കുകയാണ്. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. തിന്മ സൃഷ്ടിച്ച നാശങ്ങൾക്കിടയിൽ ഈ ലോകത്തിൽ നന്മയും സൗന്ദര്യവും പുനഃസ്ഥാപിക്കാൻ ക്രിസ്തുവിനോടൊപ്പം സഹകരിക്കണം. അതാണ് ഈശോയുടെ ഹൃദയം. അതാണ് പരിഹാരമാർഗമെന്ന് പറയുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രവൃത്തികളിലൂടെ മാത്രമല്ല, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയും സാധ്യമാകും. വ്യക്തിപരമായി നമ്മൾ ഈശോയെ സ്നേഹിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനം നടത്തുകയും ചെയ്യണമെന്ന് നമ്മൾ കുറേ പഠിച്ചതാണ്, കുറേ കണ്ടതാണ്, നല്ലതാണ്. അതിൻ്റെ അപ്പുറം ഇതൊരു സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സാധ്യമാകും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസ്സിനെ പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇല്ലെങ്കിൽ വ്യക്തിപരമായി ഇത് പഠിച്ച് ഈശോയുടെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ഈശോയുടെ സ്നേഹവും സൗഹൃദവും അല്ലെങ്കിൽ ഈശോയുടെ ദൃഹൃദയത്തിന് പരിപൂർണമായി സമർപ്പിച്ച് ആ ഒരു സ്നേഹത്തിലായിരുന്നാൽ മാത്രം മതി. അതൊരു വ്യക്തിപരമായ ഒരു പ്രവൃത്തി മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി ഈ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധരൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞ ദിവസത്തൊക്കെ കണ്ട ധാരാളം വിശുദ്ധർ കണ്ട കാര്യം ഇതാണ്. വിശുദ്ധ വിൻസെൻ്റ് പോൾ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് പാവങ്ങളിലേക്ക് കടന്നു ചെല്ലുക ചെയ്തത്. അപ്പം അതുപോലെ അത് വ്യക്തിപരമായി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ തിരുഹൃദയത്തോളം ഭക്തി നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്കൊരു സാമൂഹിക മാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. 10 പേര് കേട്ടാൽ, 10 പേര് കണ്ടാൽ അതിലൊരാൾക്ക് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹമുണ്ടായാൽ ഒരു സാമൂഹ്യ മാനമായി മാറും അവിടെ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വ്യക്തിപരമായി നമ്മളിവിടെ നിർത്താതെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് ഈ കാര്യത്തിൻ്റെ ഈ പരിഹാരമെന്ന് പറയുന്ന കാര്യം ഇതേ ഉള്ളൂ. ഈ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്നേഹ സംസ്കാരം നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കണം, അത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. ഈ കാര്യമാണ് ഈശോ ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പ നമ്മോട് പറയുകയാണ് ഈ ചാക്രി ലേഖനത്തിൻ്റെ 182-ാമത്തെ ഖണ്ഡികയിലൂടെ. 183-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഖണ്ഡിക പാപത്തിൻ്റെ സാമൂഹിക മാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എല്ലാ പാപങ്ങളും സഭയെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുന്നു. തന്മൂലം ഓരോ പാപവും സാമൂഹിക പാപമായി കണക്കാക്കപ്പെടുന്നു. മറ്റുള്ളവർക്കെതിരായി ആവർത്തിച്ചു ചെയ്യുന്ന പാപങ്ങൾ ജനങ്ങളുടെ വികസനത്തെ ബാധിക്കുന്നു. പാപത്തിൻ്റെ ഘടന സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശദീകരിക്കുകയാണ്. അത് പാപത്തിനൊരു വ്യക്തിപരമായ ഒരു മാനം മാത്രമല്ല, ഒരു സാമൂഹികവും സഭാത്മകവുമായി ഒരു മാനം വരികയാണ്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഭയെയും സമൂഹത്തെയും ഒക്കെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്ന് പറയാൻ. ഓരോ പാപവും സമൂഹത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നാണ് പറയുക. ഇത് സ്വാർത്ഥതയും ഉദാസീനതയും സാധാരണവും ന്യായവുമായ കാര്യമാണെന്ന് കരുതുന്ന ഒരു പ്രബലമായ മാനസികാവസ്ഥയുടെ ഭാഗമാണ്. ഈ പാപമെന്ന് പറയുന്നത് അത് സാധാരണമായി ഉണ്ടാകുന്ന ന്യായമായ കാര്യമാണെന്ന് കരുതുന്ന ഒരു പ്രബലമായ മാനസികാവസ്ഥ നമ്മുടെ ഈ ലോകത്തുണ്ട്. പിന്നീടത് സാമൂഹികമായ ഒരു അന്യവൽക്കരണത്തിന് കാരണമായി തീരുന്നു. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അത് സമൂഹത്തെ ബാധിക്കുന്നില്ല എന്നൊക്കെ കരുതുമ്പോൾ അതൊരു പ്രത്യേകമായൊരു അവസ്ഥയാണ്. ഇതിന് സാമൂഹികമായ ഒരു മാനമുണ്ട് എന്ന് അല്ലെങ്കിൽ സഭാത്മകമായ തലത്തിൽ ഇതിനെ ബാധിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക സംഘടന, ഉൽപ്പാദനം, ഉപഭോഗം എന്നിവയുടെ രീതികൾ സ്വയം ദാനം ചെയ്യാനും ജനങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യം സ്ഥാപിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമൂഹം അന്യവൽക്കരിക്കപ്പെട്ടതാണ്. ഒരു കോമൺ ആയിട്ടൊരു സാധാരണ ഒരു കാര്യം പറയുകയാണ്. ഒരു സമൂഹത്തിൽ ഒരു സംഘടന, ഒരു സംവിധാനമുണ്ട്. ഉൽപ്പാദനവും ഉപഭോഗവും എന്നിവയൊക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതുമെല്ലാം ഒരു ഐക്യമുണ്ട്. അതിനെല്ലാത്തിനും ഒരു ക്രമമുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടന ഇല്ല എങ്കിൽ ആ സമൂഹം ഒരു അന്യവൽക്കരിക്കപ്പെട്ട സമൂഹമാണ്. സമൂഹം എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. ഈ അന്യവൽക്കരിക്കപ്പെട്ട സാമൂഹിക ഘടനകളെ തുറന്നു കാട്ടാനും എതിർക്കാനും പൊതുനന്മ പുനഃസ്ഥാപിക്കാനും ഉറപ്പാക്കാനുമുള്ള സമൂഹത്തിൻ്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നത് വെറും ധാർമ്മിക നിയമങ്ങളല്ല. ഒരു സമൂഹത്തിലിങ്ങനെ ഒരു ഐക്യമില്ലാതെ സ്വന്തമായ കാര്യങ്ങൾ നോക്കി സ്വാർത്ഥതയിലും ഉദാസീനതയിലും സ്വന്തമായ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമൂഹം എന്ന് പറയുന്ന ആ ഒരു മനോഭാവം അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്ന സാമൂഹിക ഘടനകളെ അതിനൊക്കെ തുറന്നു കാട്ടുന്നു, അതിനെ എതിർക്കുന്നു. ചുമ്മാ തുറന്നു കാട്ട് എതിർത്ത് വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് പൊതുനന്മ പുനഃസ്ഥാപിക്കാനും ഉറപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കണം. ഈ പിന്തുണ നൽകുന്നത് ഒരു ധാർമ്മികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അങ്ങനെ ആയിരിക്കരുത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരം ആണ് ഈ ഘടനകളെ പുതുക്കാനുള്ള ബാധ്യതയ്ക്കായിട്ട് നമ്മെ നിർബന്ധിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഈ സാമൂഹിക ഘടന മാറ്റപ്പെട്ട ഒരു സാമൂഹിക മാനം നഷ്ടപ്പെട്ടതായി കാണുമ്പോൾ അവിടെ അത് പുനഃസ്ഥാപിക്കാനും ഉറപ്പിക്കാനുമുള്ള നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് വെറും ഒരു ധാർമ്മികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കാനും പോകരുത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരമുണ്ടായി ഈ ഘടനകളെ പുതുക്കാനായി നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ ഈ ഘടനകളെ, ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാമൂഹിക ഘടനകളെ പുതുക്കാനായിട്ടുള്ള ഒരു ബാധ്യത, ആ ബാധ്യതയിലേക്ക് നമ്മെ നിർബന്ധിക്കുന്നത് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? നമ്മുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു മാനസാന്തരം. അത് നമ്മുടെ സാമൂഹിക മാനങ്ങളിലേക്കാണ് പോകുന്നത്. 182 ഖണ്ഡിക നമ്മൾ കണ്ടിരുന്നു. ഒരു വ്യക്തിപരമായ പ്രവൃത്തിയല്ല, ഇതൊരു സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാമൂഹിക മാനം അല്ലെങ്കിൽ ക്രിസ്തുവിന് ഒരു പരിഹാരം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ പരിഹാരത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള എന്താ പറയുന്നത് ഘടനകൾ, പാപത്തിൻ്റെ ഘടനകൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണല്ലോ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞത്. അങ്ങനെ ഈ പാപത്തിൻ്റെ ഘടനകൾ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹമല്ലതായി തീരുകയാണ്, അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. അങ്ങനെയുള്ള സാമൂഹിക ഘടനകളെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഘടനകളെ തുറന്നു കാട്ടാനും അത് പൊതുനന്മ സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വെറുമൊരു ധാർമ്മികമായ നിയമങ്ങളുടെ ബലം മാത്രമല്ല നമുക്ക് വേണ്ടത്, അത് സാമൂഹിക മാനം മാത്രമേ ആവുകയുള്ളൂ. മറിച്ച് ഇവിടെ എന്താ പറയുന്നത്, അതൊരു ബാധ്യതയായി നമുക്ക് കാണുക. ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ഘടനകൾ ഒരു സമൂഹത്തിൽ കാണുമ്പോൾ അതിനെ എതിർക്കുന്നത് ഒരു ബാധ്യതയായി അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമായി കണ്ട് അതിനെ ആ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്നതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരമായിരിക്കണം. നമ്മൾ വ്യക്തിപരമായി മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊതുനന്മ പുനഃസ്ഥാപിക്കാനും ഉറപ്പിക്കുവാനും അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ഘടന കൊണ്ടുവരുവാനും പാപത്തിൻ്റെ ഘടനയെ പരിപൂർണമായി എതിർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കാര്യമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1888 ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണിത്. അതായത് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1888 പറയുന്ന കാര്യമാണ്
നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരമാണ് ഈ ഘടനകൾ പുതുക്കാനുള്ള ബാധ്യതയ്ക്കായി നമ്മെ നിർബന്ധിക്കുന്നത് എന്നതാണ്. ഈ ഒരു കാര്യം പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നത് ഈ ഒരു മതബോധന ഗ്രന്ഥം നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ, ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് എന്ത്? സമൂഹത്തിലുള്ള പാപത്തിൻ്റെ ഘടനയെ എതിർക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്ത് നന്മ പുനഃസ്ഥാപിക്കുക. ആ നന്മ പുനഃസ്ഥാപിക്കേണ്ടത് ഒരു ധാർമ്മികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് ഒരു ആന്തരികമായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതാണ് പറയുക. അതുകൊണ്ട് ചിലർക്കൊക്കെ സമൂഹത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്താനായിട്ടും വിധിക്കാനായിട്ടും മുൻവിധികൾ നടത്താനായിട്ടൊക്കെ നമുക്ക് ഒരു പ്രേരണയുണ്ടാവും. അങ്ങനെ പാപത്തിൻ്റെ ഘടനയായിരിക്കാം. പക്ഷേ ആ ഘടനയെ പോലും മാറ്റേണ്ടത്, ഒരു സമൂഹത്തിൽ പാപത്തിൻ്റെ ഘടനയെ പോലും മാറ്റേണ്ടത് ഒരു ധാർമ്മികമായ നിയമങ്ങൾ. അങ്ങനെ നമ്മൾ പറയും, അവൻ തെറ്റായിപ്പോയി, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ തെറ്റായിപ്പോയി, ആ സമൂഹത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്നൊക്കെ നമുക്ക് വിധിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു സമൂഹത്തിൻ്റെ ഘടന കൊണ്ടുവരണമെങ്കിൽ ധാർമ്മികതയിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരം ഉണ്ടായിക്കൊണ്ടായിരിക്കണം. അതാണ് തിരുഹൃദയത്തോടുള്ള യഥാർത്ഥമായ പ്രത്യുത്തരം. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ പരിശുദ്ധ പറയുന്ന കാര്യത്താണ്. ഇതാണ് പരിഹാരം. മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരം കൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റാൻ പരിശ്രമിക്കുകയാണ്. ഇത് പരിഹാരമായിട്ടാണ് പറയുന്നത്. അതായത് ഈശോയുടെ സ്നേഹത്തോട്, ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മൾ കൊടുക്കേണ്ട വലിയ സ്നേഹത്തിൻ്റെ പരിഹാരമായിട്ടാണ് പറയുന്നത്. പരിഹാരം ചെയ്യുന്നവർക്കുള്ളതാണ്. അല്ലാത്തൊരു ആ സമൂഹത്തിൽ അങ്ങനെ പാപത്തിൻ്റെ ഘടനയുണ്ട് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കാം. മറ്റ് സമൂഹത്തിൽ എന്ത് സംഭവിക്കും നോക്കണം, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാം. സ്വന്തമായിട്ട് വിശുദ്ധിയിലും പുണ്യത്തിലും വളരാൻ മാത്രം പരിശ്രമിക്കാം. സ്വന്തമായിട്ട് ഈശോയുടെ ഹൃദയഭക്തിയോട് ആഴത്തിലായിരിക്കാം. അങ്ങനെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കും വിശുദ്ധ കൊച്ചറേസിയായും ജോൺ ബോൾ രണ്ടാം മാർപ്പാപ്പയും വിശുദ്ധ ഫ്രാൻസിസ് ജി സാലസും ചാൾസ് ഡി ഫുക്കോയും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വർദ്ധാവിലായി പോവില്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വർദ്ധാവിലായി പോവില്ലേ? അപ്പം അതുകൊണ്ട് ഒരു പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യാനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഭാഗം സുവിശേഷാനുസൃതമായ പരിഹാരത്തിന് ഒരു നിർണായകമായ സാമൂഹിക മാനമുണ്ടെന്ന് പറയുകയാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. അത് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ്. 152 നമ്മൾ പശ്ചാത്താപത്തെക്കുറിച്ച് കണ്ടു. അതിൻ്റെ ഒരു പരിഹാര മാർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയാണ്. 184 കാണുന്നു, സുവിശേഷാനുസൃതമായ പരിഹാരത്തിന് ഒരു നിർണായകമായ സാമൂഹിക മാനമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ സ്നേഹപ്രവൃത്തികൾ, സേവനം, അനുരഞ്ജനം എന്നിവ യഥാർത്ഥമായും പരിഹാരപ്രദമാകണമെങ്കിൽ ക്രിസ്തുവിനാൽ അത് പ്രചോദിതമാകുകയും പ്രേരിപ്പിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും വേണം. നമ്മുടെ എല്ലാ പ്രവൃത്തിയും, സ്നേഹത്തിൻ്റെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, അനുരഞ്ജനം, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം, സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം എന്നിവയൊക്കെ യഥാർത്ഥമായൊരു പരിഹാര പ്രവൃത്തിയാകണമെങ്കിൽ അത് ക്രിസ്തുവിനാൽ അത് പ്രചോദിതമാകുകയും പ്രേരിപ്പിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യണം. അതാണ് മുമ്പത്തെ ഖണ്ഡികയിൽ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തിലൂടെയാണ് ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈശോയാൽ അത് പ്രചോദിതമാകണം. ഈശോയാൽ പ്രചോദിതമാകുന്നത് എങ്ങനെയാണ്? ഈശോ എനിക്ക് വേണ്ടി പാടുപെടൽ സഹിച്ചതും, എനിക്ക് വേണ്ടി രക്ഷകനായി മാറി, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്തതും ആ കാര്യമൊക്കെ ധ്യാനിക്കുമ്പോൾ, ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു സംവാദം, ആത്മാവ് ഹൃദയവുമായിട്ടൊരു സംവാദം നമ്മൾ ഈശോയുമായിട്ട് നടത്തും. ആ സംവാദം നടത്തുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്കും
വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനൊക്കെ ലഭിച്ചതുപോലെ ഒരു പ്രചോദനം, ഒരു പ്രേരിപ്പിക്കൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ നൽകും. ചുമ്മാ പ്രേരിപ്പിക്കുക മാത്രമല്ല, അത് ശക്തീകരിക്കപ്പെടുകയും ചെയ്യും. അതുണ്ടാകുമ്പോഴാണ് ആ ഒരു പ്രചോദനവും പ്രേരിപ്പിക്കലും ശക്തീകരിക്കലും ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന സ്നേഹപ്രവർത്തികൾക്ക്, സേവന പ്രവർത്തികൾക്ക്, അനുരഞ്ജനത്തിനൊക്കെ അതിനാണ് ഒരു സുവിശേഷാനുസൃതമായ പരിഹാരമെന്ന് പറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രവൃത്തിയും, എല്ലാ പ്രവൃത്തിയും ഈശോയുടെ സ്നേഹത്താൽ ചെയ്യണമെന്ന് നമ്മൾ അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം ഓർക്കണം. എല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്താൽ മതിയെന്ന്. അതുപോലെ തന്നെയാണ് ഇത് ക്രിസ്തുവിനാൽ പ്രചോദിതമാകണം. നമുക്കറിയാം ഈ മുൻ അധ്യായങ്ങളിലൊക്കെ എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ക്ഷണിക്കുകയാണെന്നാണ് പറയുന്നത്. എപ്പോഴും അവൻ ക്ഷണിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിലേക്ക്. അപ്പോൾ ഇന്നലെ കണ്ട കാര്യമാണ്, മിനിങ്ങാത്ത ക്ലാസ്സിലാണ് നമ്മൾ കണ്ട കാര്യം ഇതായിരുന്നു. എന്താ? ഈശോയുടെ നമ്മുടെ സ്നേഹം ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ദിവികാരുണ്യത്തിൽ. അതുപോലെ തന്നെ അങ്ങോട്ട് ചേർന്നാൽ അവൻ നമ്മളെ ഇങ്ങനെ ശക്തിപ്പെടുത്തുകയും പ്രചോദിതമാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ ഒരു സ്നേഹ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ഇന്നത്തെ നമ്മുടെ ലോകത്തിന് ക്രിസ്തുവിൻ്റെ ഹൃദയം ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ധ്യാനിച്ചതാണ്, പഠിച്ചതാണ് മുൻ ക്ലാസ്സുകളിൽ. ആദ്യം സ്നേഹിക്കുന്നു, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു, ബലിയായി നൽകി സ്നേഹിക്കുന്നു, കൂടെയായിരുന്നു കൊണ്ട് സ്നേഹിക്കുന്നു, തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി സമീപത്തായിരുന്നു കൊണ്ട് സ്നേഹിക്കുന്നു. ഇതൊക്കെയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ. സമൂഹത്തിൻ്റെ വിളിമ്പുകളിലേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നേഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുന്നു. നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയൊരു സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ സംസ്കാരമാണ്. അത് നമുക്കുണ്ടാവണമെന്നാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ ഒരു സ്നേഹ സംസ്കാരം കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയം ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് കുറേ കാര്യങ്ങൾ എല്ലാത്തിനും യെസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം കുറേ കാര്യങ്ങളിൽ ഇഷ്ടസംസ്കാരം ഉണ്ടാക്കാനായിട്ട് ഈശോയുടെ ഹൃദയം വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്നേഹ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ ഹൃദയം ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമുള്ളതുപോലെ പറയുന്നു, ഇഷ്ടമുള്ളവർക്ക് എന്തുവാകുന്നു. ഇഷ്ടസംസ്കാരത്തേക്കാൾ ഉപരി ഒരു സ്നേഹ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം ആവശ്യമാണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. ക്രൈസ്തവ പരിഹാരത്തെ വെറും ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമായി മനസ്സിലാക്കാനാകില്ല എന്നും പറയുന്നു. അവ എത്ര തന്നെ അനിവാര്യവും ചില നേരത്ത് അഭിനന്ദനീയവുമായാലും ഈ പ്രവൃത്തികൾക്ക് അനിവർജനീയമായ ഒരു ആത്മീയ ശക്തിയുണ്ട്. നിർവചിക്കാനാവാത്തൊരു ആത്മീയ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം. വെറുമൊരു ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മ ഒരു കാര്യമല്ല ഈ ക്രൈസ്തവ പരിഹാരമെന്ന് പറയുന്നത്. വെറുമൊരു കുറേ പ്രവൃത്തികൾ, കുറേ സാമൂഹ്യ പ്രവൃത്തികളല്ല. ഇതിനെ നിർവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ ശക്തിയുണ്ട്. അതായത് ഒരു ആത്മാവും ശക്തിയും ആർജവത്വവും അക്ഷീണമായ സർഗാത്മകതയും പ്രദാനം ചെയ്യുന്ന ഒരു അർത്ഥം ഈ ഒരു ഈശോയുടെ സ്നേഹത്താൽ പ്രചോദിതമായി പ്രേരിപ്പിക്കപ്പെട്ട് ശക്തീകരിക്കപ്പെട്ട് ചെയ്യുന്ന എല്ലാ സ്നേഹപ്രവർത്തികൾക്കും സേവന പ്രവർത്തികൾക്കും അനുരഞ്ജന പ്രവർത്തികൾക്കുമുണ്ട്. ചുമ്മാ കൂട്ടായ ചില പ്രവർത്തികളല്ല എന്ന് കൃത്യമായി പറയുകയാണ്. അവയ്ക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന ജീവനും അഗ്നിയും പ്രകാശവും വേണം. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്നേഹപ്രവർത്തികൾക്ക് ആവശ്യമെന്ന് പറയുന്നത്, അതിൻ്റെ ഊർജ്ജമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ, അതിൻ്റെ ഫ്യൂവലെന്ന് പറയുന്നത് അവ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രസരിക്കുന്ന ജീവനും അഗ്നിയും പ്രകാശവും വേണം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും
കാൽവരിയിൽ നിന്നും കുത്തി തുറക്കപ്പെട്ട ആ തിരുവിലാവിൽ നിന്നും ജലവും രക്തവും ഒഴുകിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ ഹൃദയത്തിൽ നിന്നും ജീവന്, അഗ്നി, പ്രകാശം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥ പരിഹാരമെന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതും വ്യക്തിഗതവും സാമൂഹികവുമായ തലങ്ങളിൽ സ്നേഹത്തിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതുമായൊരു പ്രക്രിയയാണ്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈശോയോടുള്ള സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ പരിഹാരമെന്ന് പറയുന്നത് ഒന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയുടെ ഹൃദയത്തിൽ, അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്, ഈശോയുടെ ഈ ക്രിസ്തുവിനാൽ പ്രചോദിതമാകുകയും പ്രേരിപ്പിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം. അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിരിക്കണം, വ്യക്തിപരമായിരിക്കണം, അതേസമയം തന്നെ സാമൂഹികമായ തലങ്ങളിൽ സ്നേഹത്തിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കാനായിട്ട് സഹായിക്കുന്നതുമായ പ്രക്രിയ ആയിരിക്കണം. ഇത് വെറും കുറേ നിയമങ്ങൾ പാലിക്കുന്നതിനപ്പുറം ഹൃദയത്തിൽ നിന്നുള്ളൊരു മാനസാന്തരത്തിലൂടെ തിന്മയുടെ നാശകൂമ്പാരങ്ങൾക്ക് മീതെ നന്മയുടെ ലോകം സൃഷ്ടിക്കാനുള്ളൊരു ആഹ്വാനമാണ്. നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറം ഒരു ഹൃദയത്തിൻ്റെ മാനസാന്തരം, ആ മാനസാന്തരത്തിലൂടെ തിന്മയ്ക്കുമീതെ നന്മയെ സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ്. മുൻപ് നമ്മൾ കണ്ട എല്ലാ വിശദീകരണങ്ങളും ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ആഴമേറിയ അർത്ഥവും അതിൻ്റെ സാമൂഹിക പ്രസക്തിയും മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ഈ കാര്യമാണ് നമ്മൾ ഈ 184 വരെയുള്ള ഖണ്ഡികകളിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹവും പ്രകാശവും അതുപോലെ തന്നെ അഗ്നിയും ജീവനും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ഞങ്ങൾ അറിയുകയാണ്. അങ്ങനെ വ്യക്തിഗതമായ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ നീ തന്നെ സൃഷ്ടിക്കണമേ. അങ്ങനെ ഒരു സാമൂഹിക മാനത്തിലേക്ക് എന്നെ നയിക്കുവാനുള്ള ഒരു പ്രേരണയും പ്രചോദനവും അതിനാവശ്യമായ ശക്തിയും ദിവ്യ കാരുണ്യനാഥനായ ഈശോയെ, തിരുഹൃദയനാഥനായ ഈശോയെ പരിപൂർണമായി നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.